ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ ദിവസത്തിൽ ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ തക്കോണം സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം മുഴുവനും സ്വർഗത്തിലെ ദൈവം നമ്മെ അത്ഭുതമായിട്ടും അതിശയമായിട്ടും വഴി നടത്തി അവന്റെ ദൈവമായ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദക്ഷിണേന്ത്യ സഭയായിട്ട് ഇന്ന് ചിന്തിക്കുന്ന വിഷയം അതിരുകൾക്ക് അതീതമായ വിശ്വാസ സ്വീകരണം എന്നുള്ളതാണ്. അതിരുകൾക്ക് അതീതമായ വിശ്വാസ സ്വീകരണം. നമ്മൾ വേദഭാഗമൊക്കെ വായിച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണാം. വിശ്വാസത്തെ കുറിച്ച് അതിലൊക്കെ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന മറ്റൊരു വേദഭാഗമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. നമുക്ക് ഓരോരുത്തർക്കും ഏറെ പരിചിതമായ നമ്മളെപ്പോഴും പറയുന്നതുമായ ഒരു വേദഭാഗമാണത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമറ്റുകളെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവൻ മറഞ്ഞിരിക്കുന്നതും ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളത്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ അടികൾ അല്പനേരമായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ തന്ന് നീ ഞങ്ങളോട് സംസാരിക്കുകയും നീ ഞങ്ങളോട് ഇടപെടുകയും ചെയ്യണമേ. നിന്റെ വചനം കർത്താവേ ജീവനും ചൈതന്യവും ഉള്ളതെന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വചനം കേൾക്കുന്ന മക്കളെയും പറയുന്ന അടിയനെയും അവിടുത്തെ ക്രൂശിന്റെ നിഴലിൽ സൂക്ഷിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തിയുകയും ചെയ്യണം. മഹത്വം യേശു എടുക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. The word of God is living and powerful. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പരിഭാഷ. ദൈവത്തിന്റെ വചനം ജീവനും ശക്തിയുമുള്ളതാണ്. ഇത് ജീവന്റെ വചനമാണ്. ഇത് ചലിക്കുന്ന വചനമാണ്. ഇത് ചലിപ്പിക്കുന്നതായ വചനമാണ്. ശക്തിയുള്ള വചനമാണ്. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതി വെക്കണമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. 119 സങ്കീർത്തനം 105 വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്നതാണ്. നമ്മുടെ സൺഡേ സ്കൂൾ തൊട്ടേ പഠിച്ചു വരുന്നതാണ്. ഏകദേശം ആദ്യം തന്നെ പഠിക്കുന്ന ഒരു വാക്യം തന്നെയാണ്. എന്താണ്? നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ കാലുകൾക്ക് ഒരു ദീപമായി തീരുന്നത്? നമ്മുടെ പാതയിൽ എങ്ങനെയാണ് അത് പ്രകാശമായി തീരുന്നത്? വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്നാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. എന്റെ വചനങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ എന്താണ് ഗുണം? അതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, സദൃശവാക്യം 4-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, അതിനെ ഉപേക്ഷിക്കരുത്. ദൈവത്തിന്റെ വചനത്തെ ഉപേക്ഷിച്ച് കളയരുത്. അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വെക്കുക. അത് നിന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 12-ാം വാക്യ പ്രകാരം പറയുന്നു, നടക്കുമ്പോൾ നിന്റെ കാലിന് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ ഇടറുകയുമില്ല, നേരെയുള്ള പാതയിൽ അത് നിന്നെ നടത്തും. സദൃശവാക്യങ്ങൾ പഠിക്കുമ്പോൾ 4-ാം അധ്യായം പഠിക്കുന്നതിനെ പറ്റി ഏറെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. ഈ വചനം, ദൈവത്തിന്റെ വചനം, ജീവനും ചൈതന്യമുള്ളതായ വചനം, ജീവനും ശക്തിയുള്ളതായ വചനം, അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റായ വഴിയിലേക്ക് തിരിയുകയില്ല. അഥവാ തെറ്റായ വഴിയിലേക്ക് ചാഞ്ഞു പോകുമ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മോട് സംസാരിക്കും. ഈ വഴി നല്ലതല്ല എന്ന് നമ്മോട് പറയും. കാരണം അത് ജീവനുള്ള വചനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് ജീവന്റെ വചനമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വചനം നമ്മോട് സംസാരിക്കും. വേദപുസ്തകം അതാണ് പറയുന്നത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ ഈ വചനം
സൂക്ഷിച്ചു വെക്കണം, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ അത് എഴുതി വെക്കണം എന്നാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ 4-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ പഠിക്കുന്നത് പ്രകാരമാണ്. അപ്പോസ്തലന്മാർ മുഖേന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ദേശത്ത് നടന്നതുകൊണ്ട് മഹാപുരോഹിതന്മാരും അവരുടെ കൂട്ടാളികളും കൂടി ചേർന്ന് ഈ അപ്പോസ്തലന്മാരെ പിടിച്ച് തടവിലാക്കി. ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ തടവിലാക്കിയപ്പോൾ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് ഈ തടവറ തുറന്ന് അപ്പോസ്തലന്മാരെ വെളിയിൽ കൊണ്ടുവന്നിട്ട് അവരോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ. ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇത് ജീവന്റെ വചനമാണ് പ്രിയമുള്ളവരെ. ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ ഇത് ജീവന്റെ വചനമാണ്, ഇത് ജീവൻ നൽകുന്ന വചനമാണ്. ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ ഇത് സൂക്ഷിച്ചാൽ അത് നമ്മുടെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും, അത് നമ്മെ സൂക്ഷിക്കും, യാതൊരു സംശയമില്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ഈ വേദഭാഗം കാണുന്നുണ്ട്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും തെസ്സലോനിക്കയിലുള്ളവർ ദൈവത്തിന്റെ വചനം വളരെ സ്നേഹത്തോടെ വളരെ കരുതലോടുകൂടി കൈക്കൊണ്ടു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് അവർക്ക് വളരെ കഷ്ടതകൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ, അങ്ങനെയാണ് ഇതിന്റെ 6-ാം വാക്യം 1-ാം അധ്യായം 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് ബഹു കഷ്ടമുണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഹല്ലേലൂയ അവരെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടു കൂടി അവന്റെ കർത്താവിന്റെ വചനം കൈക്കൊണ്ട് അവന് അനുകാരികളായി തീർന്നു എന്നാണ് ആ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ബഹു സന്തോഷത്തോടു കൂടി പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടി ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു. ഹല്ലേലൂയ അവർ കൈക്കൊണ്ട് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ മനുഷ്യന്റെ വചനമായിട്ടല്ല, അപ്പോസ്തലന്മാർ ചെന്ന് പറഞ്ഞതായ വചനമായിട്ടല്ല, പിന്നെയോ സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ദൈവത്തെ ഇടപെടാതെ ഞങ്ങൾ സ്തുതിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കരോട് പറയുകയാണ്. ഹല്ലേലൂയ ഞങ്ങൾ അപ്പോസ്തലന്മാർ നിങ്ങളോട് വന്ന് ദൈവവചനം അറിയിച്ചപ്പോൾ നിങ്ങൾക്ക് വളരെ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടു കൂടി പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തോട് നിങ്ങൾ കൈക്കൊണ്ടു. ഞങ്ങൾ പറഞ്ഞ വചനമായിട്ടല്ല നിങ്ങൾ കൈക്കൊണ്ടത്, പിന്നെയോ സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങളത് കൈക്കൊണ്ടു. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതി അയക്കുകയാണ്. ഹല്ലേലൂയ അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ട്, അങ്ങനെ നിങ്ങൾ കൈക്കൊണ്ടതുകൊണ്ട് ഹല്ലേലൂയ അത് വിശ്വസിച്ചതായ നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിശ്വസിക്കുന്നതായ നമ്മിൽ ഓരോരുത്തരിലും ഹല്ലേലൂയ വ്യാപരിക്കുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമ്മൾ കൈക്കൊണ്ടാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടി നമ്മളത് ഹൃദയത്തിൽ കൈക്കൊള്ളുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് നടുവിൽ അവയെ സൂക്ഷിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അത് നമ്മിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വാസത്തോടെ കൈക്കൊണ്ടാൽ ഹല്ലേലൂയ അത് കൈക്കൊള്ളുന്നവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അത് നമ്മൾ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് ജീവനുള്ള വചനമാണ്. ഹല്ലേലൂയ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചു വെച്ചാൽ അത് നമ്മളിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവനിൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ കാലുകൾ ഇടറാതെ അത് നമ്മെ സൂക്ഷിക്കും. ഹല്ലേലൂയ അത് നമ്മുടെ പാതയിൽ പ്രകാശമായി തീരും. സ്തോത്രം. നമ്മുടെ കാലിന് അത് ദീപമായി തീരും. ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനുള്ള സന്തോഷത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ അത് നമ്മൾ ക്രിയ ചെയ്യും, അത് നമ്മളിൽ വ്യാപരിക്കും. അങ്ങനെ വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ നമ്മുടെ പാദങ്ങൾക്ക് അത് പ്രകാശമായി തീരും, നമ്മുടെ കാലുകൾക്ക് അത് ദീപമായി തീരും. ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം തെറ്റായ വഴിയിലേക്ക് നീങ്ങുമ്പോൾ ഇതല്ല വഴി, ഇതാ ഹല്ലേലൂയ
ഇതാകുന്ന വഴി ഇതിലെ നടന്നുകൊള്ളുമെന്നുള്ള ദൈവത്തിന്റെ ദിവ്യമായ ശബ്ദം ഹല്ലേലൂയ നമ്മുടെ പാതയിൽ നമുക്ക് കേൾക്കുവാൻ നമുക്ക് ഇടയായി തീരും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നമ്മളിൽ വ്യാപരിക്കേണ്ടത് ഹല്ലേലൂയ ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ അനർത്ഥങ്ങളെ ഭയപ്പെടാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമായി തീരും. അതുകൊണ്ടാണ് ദാവീദ് പാടിയത്, ഹല്ലേലൂയ, കൂരിരുൾ താഴ്വരയിൽ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഓ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വചനം എന്നോട് കൂടെയുണ്ടല്ലോ, നിന്റെ ശക്തി എന്നോട് കൂടെയുണ്ടല്ലോ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ടല്ലോ. ഞാൻ എന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചതായ വചനം എന്നോട്, ദൈവത്തിന്റെ വചനം എന്നോട് കൂടെയുണ്ടല്ലോ. അതുകൊണ്ട് കൂരിരുൾ താഴ്വരയിൽ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ധൈര്യത്തോടെ ദാവീദിന് പാടുവാൻ കഴിഞ്ഞത് ഈ വചനത്തിന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ ഈ വചനം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വചനം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ശക്തിയേറിയ വചനമാണ്. ഹല്ലേലൂയ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ യഹോവയായ ദൈവം പറയുന്നത്, എന്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം തീ പോലെയും ഹല്ലേലൂയ പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും അത്രേ എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ തീയായിട്ടുള്ളതായ ദൈവവചനം നമ്മിൽ വിശ്വാസത്തോടെ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ പാറയെ പിളർക്കുന്നതായ ചുറ്റികയായ വചനം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആർദ്രതയും അനുഭവമുള്ളതായി തീരും. ഹല്ലേലൂയ, തീ പോലെയുള്ളതായ വചനം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പോൾ നമ്മളിലുള്ളതായ അശുദ്ധികളൊക്കെയും ചാമ്പലായി തീരും. യാതൊരു സംശയമില്ല. ആർദ്രതയും അനുഭവമുള്ളതായ ഹൃദയം ദൈവം നമുക്ക് തരും. കാരണം നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ഈ ദൈവപ്രകാരം പറയുന്ന കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഇത് നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് ക്രിയ ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മളെ വ്യാപരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന്റെ വചനത്തിലെ ഈ നോമ്പിന്റെ കാലഘട്ടം ഹല്ലേലൂയ നമ്മളെ കുറച്ച് നാളുകളൊക്കെ നോമ്പൊക്കെ എടുത്ത് കുറച്ച് ഭക്ഷണമൊക്കെ ഒഴിവാക്കി, ഇറച്ചി ഇങ്ങനെയൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കി നമ്മൾ ജീവിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നടുവിൽ നമ്മൾ സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മൾ അത് ചെയ്യുകയും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുകയും ചെയ്യണം. വിശ്വാസത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുന്നതായ ദൈവത്തിന്റെ വചനം നമ്മളിൽ വ്യാപരിക്കുമ്പോൾ മാത്രമേ അതുകൊണ്ട് പ്രയോജനമായി തീരുകയുള്ളൂ, അത് ശ്രേഷ്ഠകരമായി തീരുകയുള്ളൂ എന്ന് ഹല്ലേലൂയ നമ്മൾ ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ വചനം ചുറ്റിക പോലെയുള്ളതായ ദൈവത്തിന്റെ വചനം, ശക്തിയേറിയ വചനം നമ്മളെ കരുണയുള്ളവരാക്കും ആർദ്രതയുള്ളവരാക്കും, യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം സങ്കീർത്തനം 12:6 പ്രകാരം പറയുന്നു, ഹല്ലേലൂയ, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ ശുദ്ധമായ വചനമാണിത്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ നിർമ്മലമായ വചനമാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ നിർമ്മലമായ വചനം നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. 1 പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം പറയുന്നത് നമുക്ക് ഏറ്റവും അറിവുള്ളതായ വേദഭാഗം, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന് വേദോസ്തം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നതായ വചനമാണ്. നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് അപ്രകാരം തന്നെയാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ വീണ്ടും ജനിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാകുകയില്ല എന്ന് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പ് കാലമാണല്ലോ, അനേകം നോമ്പെടുക്കുന്നുണ്ടാവുമല്ലോ, എനിക്കറിയത്തില്ല. എന്നാൽ പറയട്ടെ, നമ്മൾ നോമ്പ്
നോമ്പ് നോക്കുകയും ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ വീണ്ടും ജനിക്കുകയും ചെയ്തില്ല എങ്കിൽ സ്തോത്രം, സ്വർഗ്ഗരാജ്യത്തിന്റെ പടി പോലും കാണുകയില്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിക്കണം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കണം. അത് നമ്മളെ രൂപാന്തരപ്പെടുത്തണം. അത് നമ്മൾ വ്യാപരിക്കണം. അത് നമ്മുടെ പാതകൾക്ക് ദീപമായി തീരണം. അത് നമ്മുടെ കാലിന് വെളിച്ചമായി തീരണം. നമ്മുടെ പാതയ്ക്ക് വെളിച്ചമായി തീരണം. അങ്ങനെ തീർന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഈ വചനം കൊണ്ട്, ഈ നോമ്പ് കൊണ്ട് പ്രയോജനമുണ്ടാകുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കണം. ഹല്ലേലൂയ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പ്രകാരം കാണുന്നു, ഇത് മായമില്ലാത്ത പാലാണ് എന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതായ, ഹല്ലേലൂയ, പുഷ്ടിപ്പെടുത്തുന്നതായ പാലാണ് നിർമ്മലമായ ദൈവത്തിന്റെ വചനം. ആ വചനം നമ്മൾ കുടിച്ച് തൃപ്തി പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവവചനം നമ്മൾ വിശ്വാസപൂർവ്വം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു, വേദോസ്തം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ ഈ വചനം നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ആരാധനയ്ക്ക് വരുന്നതുകൊണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നതുകൊണ്ടോ, ദൈവാലയത്തിൽ ആഴ്ചയിലൊരിക്കൽ വരുന്നതുകൊണ്ടോ യാതൊരു പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടുത്ത ആഴ്ച വരാതിരിക്കരുത്. എല്ലാ ദിവസവും ആരാധനയ്ക്ക് വരണം. എല്ലായ്പ്പോഴും ദൈവത്തെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് മനഃപൂർവ്വമായി കടന്നു വരണം. അങ്ങനെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിക്കുവാൻ നമ്മൾ മറന്നു പോകരുത് എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ വചനം ശക്തിയേറിയതാണ്. ദൈവത്തിന്റെ വചനം നിർമ്മലമായതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നതാണ്. ഈ ദൈവത്തിന്റെ വചനം നമ്മളെ പുഷ്ടിപ്പെടുത്തുന്ന പാലാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇത് നമ്മൾ ജീവിപ്പിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടതും നമ്മളിൽ വ്യാപരിക്കേണ്ടതും ഏറ്റവും ആവശ്യമാണെന്ന് മറന്നു പോയത്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ബാബിലോണിലായിരുന്ന ഇസ്രായേലിലെ ബാലന്മാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. അവിടെ ഹല്ലേലൂയ അവരോട് പറയുന്നു, ദാനിയേലിനോട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ രാജാവിന്റെ രാജഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് അവർ തീരുമാനിച്ചതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. രാജഭോജനം കൊണ്ടും ഹല്ലേലൂയ വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹല്ലേലൂയ ഇസ്രായേലിലെ ബാലന്മാർ ബാബിലോണിലായിരുന്നപ്പോൾ ഹല്ലേലൂയ അവർ സ്വന്തം ദേശത്തല്ല, അവർ പിടിക്കപ്പെട്ട് ബാബിലോണിലേക്ക് പോയതാണ്. അവിടെ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ അവർ തീരുമാനിച്ചു, ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് ഹല്ലേലൂയ അവിടെ അവർ തീരുമാനിച്ചതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവത്തിന്റെ വചനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലവിധമായ പ്രതികൂലങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ലോകത്തിന്റെ മോഹങ്ങളിലേക്കൊക്കെയും ഇടപെട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. എന്നാൽ ഈ ശത്രുക അപദ്രവമായ ഇസ്രായേലിലെ ബാലന്മാർ അവർ രാജാവരുടെ നോക്കുന്ന ആളുകളോട് പറഞ്ഞു, ഹല്ലേലൂയ ഞങ്ങൾ ഈ ഭോജനം തരണ്ട, ഞങ്ങൾക്ക് ശാഖപദാർത്ഥവും പച്ചവെള്ളവും തന്ന് നീ ഞങ്ങളെ നോക്ക്. രാജഭോജനം കഴിക്കുന്ന ആളുകളെക്കാൾ ഞങ്ങൾ സുന്ദരന്മാരായി, ഞങ്ങൾ ബുദ്ധിമാന്മാരായി തീരുന്നുവെങ്കിൽ മാത്രം ഹല്ലേലൂയ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. അതിനുശേഷം കുറച്ചുനാൾ ഞങ്ങളെ ശ്രദ്ധിച്ചതിന് ശേഷം ഹല്ലേലൂയ ഞങ്ങൾ അങ്ങനെ ആയിത്തീരുന്നില്ല എങ്കിൽ, ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ ആയിത്തീരുന്നില്ല എങ്കിൽ ഞങ്ങൾ രാജഭോജനം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ തുടരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. ഈ ദാനിയേലിനെ ഇങ്ങനെ പറയുവാനായിട്ട് കൊടുത്ത ഉറപ്പെന്താണ്? ഇങ്ങനെ ധൈര്യത്തോടു കൂടി പറയുവാൻ ദാനിയേലിന് സാധിച്ചത് എന്താണ്? ദൈവത്തിന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. ഇസ്രായേലിലെ ദാനിയേല് ശത്രുക്കൾ അവരെവിടെയാണ്? ബാബിലോണിലാണ്. ഹല്ലേലൂയ. ഇസ്രായേലിൽ അല്ല, അവർ സ്വന്തം ദേശത്തല്ല. ഹല്ലേലൂയ. എന്നിട്ടും ധൈര്യത്തോടുകൂടി അവരുടെ ഉള്ളിലുള്ളതായ ദൈവവചനം അവരിൽ വ്യാപരിക്കുമെന്ന് ഹല്ലേലൂയ അവർ ധൈര്യത്തോടെ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ദേശത്തായിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. പള്ളിയിൽ പോകും, ദൈവത്തെ ആരാധിക്കും. എന്നാൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് എന്നാൽ നമ്മൾ എപ്രകാരമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുന്നതായ ദൈവജനത്തെ, ദൈവത്തിന്
ബാബിലോണിലെത്തിയപ്പോൾ ഇസ്രായേലിലെ ബാലന്മാർ ദൈവത്തെ ആരാധിക്കുവാൻ മടി കാണിച്ചില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെയും വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വായിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ TV ചാനലൊക്കെ തുറന്നാൽ എങ്ങനെ നമുക്ക് കേട്ടിരിക്കാൻ കഴിയും? നമുക്ക് ഒരു കാലത്തും ചിന്തിക്കുവാൻ പോലും കഴിയാത്തതായ അക്രമങ്ങളും അതിക്രമങ്ങളും, ഹല്ലേലൂയ, കൊലപാതകങ്ങളും മറ്റു പല രീതികളിലുള്ളതായ പ്രയാസമേറിയ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ, നമ്മളൊക്കെ ചിന്തിക്കാത്ത രീതിയിലുള്ളതായ കൊലപാതകങ്ങളും, ഹല്ലേലൂയ, വളരെ പ്രയാസമേറിയ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുവാൻ ഇടയാക്കിയിരുന്നു. ഈ അടുത്ത സമയത്ത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കേട്ട തൊടുപുഴയിൽ നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലത്ത് ഹല്ലേലൂയ ഒരു പാർട്ണറെ കൊണ്ടുപോയി കൊല ചെയ്തതായ കാര്യം നമ്മളൊക്കെ വായിച്ചല്ലോ, അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എങ്ങനെ സംഭവിക്കുന്നു ഇതൊക്കെ? ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം ആരുടെയും ഹൃദയത്തിലില്ല എന്നുള്ളത് ഏറെ വസ്തുതയാണ്. ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലില്ല, ആർക്കും ഇത് ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ കാര്യം. നമ്മുടെ ദേശം ഈ മയക്കുമരുന്ന് പോലുള്ളതായ വളരെ പ്രതികൂല ശരീരത്തെ ബാധിക്കുന്നതായ വളരെ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെയും ഈ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശത്തൊക്കെയും വന്നു ചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ദേശത്തുണ്ടോ ആർക്കറിയാം? നമുക്കൊന്നും അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിലൊക്കെയും അകപ്പെട്ടു പോകാതെ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്ഥലത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലും അത് ആയിത്തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ചുറ്റുപാടിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ, സമൂഹത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ, വാർത്താ മാധ്യമങ്ങളെ നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെയും ധൈര്യപൂർവ്വം നമുക്ക് സമൂഹത്തിലേക്ക് ഇറക്കിവിടാൻ ഭയമാണ്. ഹല്ലേലൂയ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയാൽ തിരികെ വീട്ടിലെത്തുമ്പോഴേയും ഹല്ലേലൂയ പേരൻസിന്റെ ഹൃദയത്തിലൊക്കെ ആദിയ ഹല്ലേലൂയ. എന്താണ് കാരണം? എന്താണ് സമൂഹത്തിൽ നടക്കുന്നതെന്ന് യാതൊരു എത്തും പിടിയുമില്ലാത്ത കാലത്തിലേക്ക് നമ്മളൊക്കെ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഹല്ലേലൂയ പഠനത്തിനായിട്ട് മറ്റു പല സ്ഥലങ്ങളിലേക്ക് അയക്കുമല്ലോ. ഹല്ലേലൂയ, എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം, അവർ ഏത് വഴിയിൽ കൂടി പോകുന്നു, ഏത് പാതയിലൂടെ സഞ്ചരിക്കുന്നു, അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്ന് നമ്മൾ നോക്കണം. ഹല്ലേലൂയ, നമ്മളത് അറിയണം. പ്രിയപ്പെട്ടവരെ, അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം നമ്മൾ കൂടെ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, വേദോക്തം കൊടുത്തു വിടണം അവരുടെ കയ്യില്. ഹല്ലേലൂയ, അവരുടെ കൂട്ടാളികൾ ദൈവത്തെ അറിയുന്നവരായിരിക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, അവരുടെ കൂട്ടാളികൾ ഇതൊന്നും കാര്യമില്ലടാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഇതൊന്നും ഒരു കാര്യവുമുള്ള കാര്യമല്ല. നമുക്കെയും 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ശാസ്ത്രം വളരെ പുരോഗമിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പ്രലോഭിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഒന്ന് ജീവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ഹല്ലേലൂയ സൂക്ഷിക്കേണ്ടത്, ഹല്ലേലൂയ അവരുടെ ദൈവത്തിന്റെ വചനത്താൽ ചുറ്റിക്കൊള്ളേണ്ടത്, ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവരെ പൊതിഞ്ഞു സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇപ്രകാരമുള്ള ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ പിതാക്കന്മാരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയും അവരിൽ വ്യാപരിക്കുകയും ചെയ്തതുകൊണ്ടാണ് നാം ഇന്ന് ഇപ്രകാരം ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം ഒന്നും ഹല്ലേലൂയ നമ്മുടെ പിതാക്കന്മാർ അറിഞ്ഞതായ ദൈവത്തെ അറിയാതെ വന്നിരുന്നുവെങ്കിൽ ഹല്ലേലൂയ നാം ഒന്നും ഈ അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തുമായിരുന്നില്ല. എന്നാൽ ആ കാലമൊക്കെ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്ന് പുതിയ യുഗത്തിലേക്ക്, പുതിയ കാലങ്ങളിലേക്ക്, കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ഹല്ലേലൂയ നമ്മളൊക്കെ എത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മൊബൈൽ എടുത്ത് നോക്കിയാൽ ലോകത്തിലുള്ള സകല കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. പുതിയ ഹല്ലേലൂയ രീതികളൊക്കെ ഓരോരുത്തർ മനസ്സിലാക്കുന്നത് ഈ മൊബൈല്, ഇന്റർനെറ്റ് നോക്കിയിട്ടാണ്. ഹല്ലേലൂയ, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, ഇന്ന് മൊബൈൽ ഇല്ലാതെ ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ സാധ്യമായി തീരുന്നില്ല, ഒരു കുഞ്ഞുങ്ങൾക്കും ആയിത്തീരുന്നില്ല. അവരുടെ പഠനപരമായ പഠനത്തിന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ അവർ മൊബൈലിലൂടെ അവർ തേടുന്നുണ്ട്. ഹല്ലേലൂയ, എന്നാൽ ഇങ്ങനെ തേടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനമില്ല എങ്കിൽ, അവരുടെ ഹൃദയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ വചനം അവർ സൂക്ഷിച്ചു വെച്ചിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ അവർ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, അത് പേരൻസ് മറന്നു പോകരുത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം അവരുടെ ഉള്ളിലേക്ക്, അവരുടെ ഹൃദയത്തിന്റെ നടുവിലേക്ക് ഇട്ടുകൊടുക്കാൻ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഹല്ലേലൂയ, പ്രിയപ്പെട്ട യുവതിയുവാക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങളോട് പറയാനുള്ളത്, ഹല്ലേലൂയ, നാടോടുമ്പോൾ നടുവേ ഓടുന്നവരല്ല ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ, നാടോടുമ്പോൾ നടുവേ ഓടുന്നവരല്ല ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന്. ഹല്ലേലൂയ, ഏത് വിധത്തിലെയും മറ്റുള്ളവരെ തള്ളിയിട്ടിട്ടാണെങ്കിലും, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും, മറ്റുള്ളവരെ
മറ്റുള്ളവരെ ചവിട്ടി മുമ്പോട്ട് പോയാലും സാരമില്ല, എനിക്ക് ജീവിക്കണം, എനിക്ക് ജയിക്കണം എന്നതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നാടോടുമ്പോൾ നടുവയോടുന്നതല്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, യേശു എന്റെ രക്ഷകനാണ്, അവൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചവനാണ്, തന്റെ ജീവനെ എനിക്ക് വേണ്ടി തന്നവനാണ്, അവന്റെ രക്തം എനിക്ക് വേണ്ടി ഊറ്റിത്തന്നതാണ് എന്ന് ധൈര്യത്തോടെ ജനങ്ങളുടെ മുമ്പിൽ, വിദ്യാർത്ഥികളുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ പറയുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ജനമേ, മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഈ കാലത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഓ ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, നീ രാജകൊട്ടാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കണ്ട. ഇപ്പോൾ നീ യഹൂദന്മാരെ രക്ഷിച്ചില്ല എങ്കിൽ ദൈവം മറ്റൊരു വിധത്തിൽ യഹൂദ ജനത്തെ രക്ഷിക്കും. നീ എന്നിന്റെ പ്രതിഫലവും നശിച്ചു പോകും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുന്നു, ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് യാതൊരു കുഴപ്പവുമില്ല, നമ്മുടെ ദേശത്ത് യാതൊരു പ്രയാസവുമില്ല എന്ന് ചിന്തിച്ച് ഹല്ലേലൂയ ചേലത്തോട് സഭ ഇരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവ രക്ഷ വരുത്തേണ്ടവർക്ക് ഹല്ലേലൂയ മറ്റൊരു ദിക്കിൽ നിന്ന് രക്ഷ ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവം അതിനോട് പ്രവർത്തിക്കും. എന്നാൽ ചേലത്തോട് സഭയോട് ദൈവം ചോദിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മറന്നു പോകരുത്. ദൈവത്തെ ആരാധിക്കുവാൻ പറയുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മടിയാണ്. ഹല്ലേലൂയ. ചെറിയൊരു മഴ പെയ്താൽ, ഇന്നലെ അല്പം മഴയുണ്ടായി, ആലയത്തിൽ ആൾ കുറഞ്ഞു. ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളെ വ്യാപരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ അത് നമ്മൾ വ്യാപരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനമുണ്ടായിത്തീരും. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദോഷം വരാതെ അത് നമ്മുടെ തലമുറകളെ കാക്കും. നമ്മുടെ തലമുറകളുടെ പാതകൾക്ക് അത് പ്രകാശമായി തീരും. ഹല്ലേലൂയ. അവരുടെ കാലിന് അത് ദീപമായി തീരും. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനത്തെ അറിയാതിരുന്നാൽ, നമ്മൾ ദൈവത്തിന്റെ വചനത്തെ സൂക്ഷിക്കാതിരുന്നാൽ, യെസ്തേറിനോട് മൊർദെഖായി പറഞ്ഞതുപോലെ നാം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ചേലത്തോട് സഭയോട്, മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട് ഹല്ലേലൂയ ദൈവത്തിന്റെ വഴിയെ വിട്ട് മാറിപ്പോയാൽ, നമ്മുടെ സഹോദരങ്ങൾ ദൈവത്തിന്റെ വഴിയെ വിട്ട് മാറിപ്പോയാൽ, നമ്മുടെ മക്കൾ ദൈവത്തിന്റെ വഴിയെ വിട്ട് മാറിപ്പോയാൽ ഹല്ലേലൂയ ദൈവം നമ്മോട് ചോദിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം നമ്മോട് ചോദിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയ ശ്രേഷ്ഠമായ വചനം, ഇത്ര ശ്രേഷ്ഠമായ വചനം ദൈവം നമുക്ക് തന്നിട്ട് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയാൽ ആര് ഉത്തരം പറയും? ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ അധികം പേരില്ല എങ്കിൽ തന്നെ യുവാക്കളോട്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട്, യുവതികളോട് പറയട്ടെ, നിങ്ങൾ പഠനത്തിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൂട്ടുകാരൊക്കെയും പറയും ഹല്ലേലൂയ ഒരു ബുക്കടിച്ചില്ലെങ്കിൽ ഒരു ആണുങ്ങളല്ല എന്നൊക്കെ പറയും. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഒരു ബക്കടിച്ചാൽ ആണുങ്ങളാണ് തോന്നുകയുള്ളൂ. സ്തോത്രം. 21-ാം നൂറ്റാണ്ടിലല്ല. ഇതൊന്നും കണ്ടുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം വേണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ നാം തെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശത്രുക്കൾ രാജഭോജനം കൊണ്ടും വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹല്ലേലൂയ തീരുമാനമെടുത്തത്. സ്തോത്രം. നമുക്കങ്ങനെ തീരുമാനമെടുക്കുവാൻ കഴിയുമോ? നമുക്കങ്ങനെ തീരുമാനമെടുക്കുവാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ തീരുമാനമെടുത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. യാതൊരു സംശയമില്ല. രാജഭോജനം കഴിച്ചവരെക്കാൾ ഏറ്റവും സുന്ദരന്മാരായി, ബുദ്ധിയുള്ളവരായി, നൈപുണ്യമുള്ളവരായി ദൈവം അവരെ തീർത്തുവെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ നടുവിലതെ സൂക്ഷിച്ചു വെക്കണം. മോശ മുഖാന്തരം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 15-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തില് ഹല്ലേലൂയ ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 11 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായിരുന്നു. ദൈവത്തിന്റെ വചനത്തെ പറ്റി, ദൈവ ഇസ്രായേൽ ജനത്തിന് മോശം മുഖാന്തരം കൊടുത്തതായ വചനങ്ങളെ പറ്റി അവിടെ പറയുന്നത്. ഹല്ലേലൂയ നിങ്ങൾ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം അനുസരിക്കുന്നതിന് വേണ്ടി നീ എങ്ങും ദൂരോട്ട് പോകണ്ട എന്നാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 11 മുതൽ താഴേക്ക് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. ഈ വചനം അനുസരിക്കേണ്ടതിന് നീ എങ്ങോട്ടും പോകണ്ട. ഹല്ലേലൂയ വചനം അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് സമീപമായി നിന്റെ വായി
വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. അത് നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി, അത് നമ്മൾ വ്യാപരിച്ചുകൊള്ളും. ഹല്ലേലൂയ. പിന്നെയും പറയുകയാണ്, ജീവനും ഗുണവും മരണവും ദോഷവും മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ജീവനും ഗുണവും മരണവും ദോഷവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ഈ വചനം നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ ക്രിയ ചെയ്യും എന്ന് യാതൊരു സംശയമില്ല. ആവർത്തന പുസ്തകം 30-ാം അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരും. അതുകൊണ്ട് അതിന്റെ 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രകാരം പറയുന്നു, നീ ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവരോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇസ്രായേൽ ജനത്തോട് യഹോവയായ ദൈവം പറയുകയാണ്, ജീവനും ഗുണവും നിന്റെ മുമ്പിൽ വെക്കുകയാണ്. ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, താഴേക്ക് വരുമ്പോൾ ദൈവ ഉപദേശ രൂപേണ അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ദൈവത്തിന്റെ വചനം കേട്ടനുസരിക്കുകയും അവരോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന്, ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ഹല്ലേലൂയ. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നത്. ഹല്ലേലൂയ. ദൈവം എന്നോട് പറയാണ്, നിന്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ വെക്കുന്നു. ഒന്ന് ജീവനും ഗുണവുമാണ്, മറ്റൊന്ന് മരണവും ദോഷവുമാണ്. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കേണ്ടതിനും ദൈവം പറഞ്ഞൊക്കെ കേട്ടനുസരിക്കാനെന്നും നിങ്ങൾ ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുവേനെന്ന് ഒരു ഉപദേശവും ദൈവം അവരോട് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഹല്ലേലൂയ. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? പ്രിയമുള്ളവരെ, മരണവും ദോഷവും തിരഞ്ഞെടുക്കുമോ അതോ ജീവനും ഹല്ലേലൂയ ഗുണവും തിരഞ്ഞെടുക്കുമോ? ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പ് നമുക്കുള്ളതാണ്, യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവനും ചൈതന്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനം ജീവനും ശക്തിയുമുള്ളതാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം പറയുന്ന പ്രകാരമാണ് ജീവനും ചൈതന്യമുള്ളത്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. ജീവനും ശക്തിയുമുള്ള വചനം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. വചനവുമായിട്ട്. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാൻ സുവിശേഷം ആദ്യമായി 1-ാം അധ്യായം നമ്മൾ വായിക്കുന്ന പോലെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ വചനം ജഡമായി തീർന്ന് പാർത്തതായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ നടുവിൽ അവനെ സൂക്ഷിച്ചു വെക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ പാതയ്ക്ക് പ്രകാശമുണ്ടാകും. നമ്മുടെ പാതകൾ ഊരിൽ നിറഞ്ഞത് ആയിരിക്കില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജഡമായി തീർന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വിശ്വാസത്താൽ നമ്മളിത് വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ നമ്മുടെ പാതയിൽ അത് പ്രകാശമായി തീരുകയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിന്റെ കാലയളവില് നിങ്ങളെ ഓർപ്പിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് ഓർക്കുവാൻ കഴിയുന്ന ഈ നോമ്പിന്റെ കാലയളവില്, ഹല്ലേലൂയ, ദൈവം നമ്മളെ ഓർപ്പിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ നമ്മളത് സൂക്ഷിച്ചു വെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ പാതയ്ക്ക് അത് പ്രകാശമായി തീരും. ഹല്ലേലൂയ. നമ്മുടെ പാതയിൽ അത് വെളിച്ചം നൽകുന്നതായി തീരും. യാതൊരു സംശയം. അതുകൊണ്ട് ഈ ജീവന്റെ വചനം, നമ്മളെ ചലിപ്പിക്കുന്നതായ വചനം, ജീവിപ്പിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതി വെക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അത് നമ്മെ രക്ഷയിലേക്ക് നടത്തും, അത് നമ്മളെ പുഷ്ടിപ്പെടുത്തും. ഹല്ലേലൂയ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. ഈ നോമ്പിന്റെ നാളുകൾ നമുക്ക് ഏറ്റവും പ്രയോജനമുള്ളതായി തീരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം എഴുതി വെക്കുവാൻ, നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ വചനം ചേർത്ത് നിർത്തുവാൻ, ഹല്ലേലൂയ, ജീവനെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥിതിയിലേക്ക് ഉയർത്തിക്കൊണ്ട്, ഹല്ലേലൂയ, ദൈവമേ, നീ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വിലയേറിയ വചനത്തിന് വേണ്ടി സ്തോത്രം എന്ന് പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ സന്നിധി, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.
ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിക്കുക നാം ഒരുങ്ങുന്നുവെങ്കിൽ, നാം തീരുമാനമെടുക്കുന്നുവെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുക നാം താല്പര്യപ്പെടുന്നുവെങ്കിൽ, വചനത്തിലൂടെ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നുവെങ്കിൽ ദൈവത്തിന് മുമ്പിൽ പറയുക, ഹല്ലേലൂയ, കർത്താവേ, ഇന്നു മുതൽ നിന്റെ വചനം എന്റെ ഹൃദയത്തിന് നടുവിൽ സൂക്ഷിച്ച് ഞാൻ വെക്കുമെന്ന് ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ വിശ്വാസത്തോടു കൂടി പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞ വചനം സാക്ഷാൽ വചനമായതുപോലെ തന്നെ ദൈവത്തിന്റെ വചനമായി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അത് നിങ്ങളിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ വചനമായി നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ നമ്മളത് സൂക്ഷിച്ചു വെച്ചാൽ നമ്മളിലത് വ്യാപരിക്കുമെന്ന് വേദോസ്തം പറയുന്നു. അങ്ങനെ വ്യാപരിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ പാതയ്ക്ക് അത് പ്രകാശമായി തീരും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലേക്ക് അടികളെ പരിപൂർണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, നീ കേൾപ്പിച്ച വചനത്തിന് വേണ്ടി സ്തോത്രം. നിന്റെ വചനം, നിന്റെ പരിശുദ്ധമായ വചനം, നിന്റെ ജീവനുള്ളതായ വചനം ഞങ്ങളുടെ ഹൃദയത്തിന് നടുവിൽ ഞങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ജീവനും ശക്തിയുള്ളതായ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സൂക്ഷിച്ചിട്ട്, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, ഞങ്ങളുടെ ഹൃദയത്തിന് നടുവിൽ സൂക്ഷിച്ചിട്ട് ഞങ്ങൾ വിശ്വാസത്തിൽ നടക്കുവാൻ, ഞങ്ങളുടെ പാതകൾ നിന്റെ വെളിച്ചത്തിൽ നിറയുവാൻ നിന്റെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇന്നു മുതൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനുവേണ്ടി നിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നീ കൂടി ഇരിക്കണമേ. നിന്റെ ജീവനാൽ ഞങ്ങളെ നടക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗീയ പിതാവേ.